ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെയറും പിന്നെ കണ്ണും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലിപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് 2 സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ പുതിയ ആളുകളാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ലേസ് എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ടൂൾ ബോക്സിൽ ലേസ് എന്നൊരു ഓപ്ഷൻ ആദ്യം ഓൺ ചെയ്ത് വയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ലാസോ ബ്രഷ് സെലക്ട് ചെയ്യുക. ഇനി കളർ നിങ്ങൾ പ്യുവർ ബ്ലാക്ക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി ഒരു 18% ഇട്ട് വയ്ക്കുക, ട്രാൻസ്പെറൻസി. ഓക്കെ, ഇനി നമ്മൾ റെഫറൻസ് ഇമേജ് ഓൺ ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡ്സാണ് നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡാർക്കായിട്ടുള്ള ഈ ഒരു ലിപ്പിൻ്റെ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൽ കളേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബ്ലാക്കിൽ ഒപ്പാസിറ്റി ഒരു 18% യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഷെയ്ഡ്സ് വരച്ചു തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു കാണുന്ന ഡാർക്ക് ഷെയ്ഡ്സിലൂടെ കറക്റ്റായിട്ട് ആ ഒരു പോർഷൻ വരച്ച് ചെയ്യാം. ഓക്കെ, അതേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ വരച്ചെടുക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം വരയ്ക്കാൻ. നല്ല നീറ്റായിട്ട് നമുക്ക് ഓരോ കർവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷനും നമുക്ക് അവസാനം കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ആ ഒരു 18% ഒപ്പാസിറ്റിയിൽ ഒരൊറ്റ പ്രാവശ്യമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതിന് കളറിൻ്റെ ഡെപ്ത് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയാസ് കുറച്ചുകൂടി ഡാർക്ക് ചെയ്ത് കിട്ടണം. ഇപ്പം നമ്മൾ വീട്ടിൽ പെയിൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാമതൊരു കോട്ട് കൂടി അതിന് മേലെ അടിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കളർ ഡെപ്ത് കിട്ടുള്ളൂ, അതായത് ബ്രൈറ്റ്നെസ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റൗണ്ട് വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ റെഫറൻസ് ഇമേജിൻ്റെ ഡാർക്ക്നെസ്, അതായത് എവിടെയെല്ലാം കൂടുതൽ ഡാർക്ക്നെസ് വരുന്നുണ്ടോ ആ ഒരു ഏരിയാസ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മുകളിലൂടെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും, പല്ലിൻ്റെ ഇടയിലും അതേപോലെ വായയുടെ ഏറ്റവും അറ്റത്ത് 2 ഭാഗത്ത് വരുന്ന ഡാർക്കായിട്ടുള്ള ഏരിയാസ് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഡാർക്ക്നെസ് അവിടെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഒരു റൗണ്ട് കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. നമ്മളിതിൽ വരയ്ക്കുന്ന സമയത്ത് ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഡാർക്കാവുന്ന ഭാഗത്ത് മാത്രം കൂടുതലായിട്ട് വരച്ചു കൊടുക്കുക. അല്ലാത്ത ഭാഗങ്ങളിൽ ആവശ്യാനുസരണം മാത്രം നമ്മൾ ആ ഒരു ഷെയ്ഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരച്ചാൽ മതി. ഇപ്പോൾ ഞാനിതിൽ റെഫറൻസ് ഇമേജ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് ചെയ്യേണ്ടത് 2 എഡ്ജിലുമാണ്. വായയുടെ 2 അറ്റത്താണ് നമുക്ക് കൂടുതലായിട്ട് ഡാർക്ക് ചെയ്യേണ്ടത്. പിന്നെ പല്ലിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങൾ അധികം ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം ഓരോ തവണ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അവിടെ ഡാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഫൈനൽ ടച്ചിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സിൻ്റെ ഷെയ്ഡ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 8, 9 ആ ഒരു റേഞ്ചിൽ വേണം നിങ്ങൾ ഒപ്പാസിറ്റി ബ്രഷിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ലാസോ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേ ലെയർ തന്നെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഒരു ഷെയ്ഡ്, അതായത് ഉള്ളിലുള്ള ഷെയ്ഡും ലിപ്സിൻ്റെ ഷെയ്ഡും ഒരൊറ്റ ലെയറിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഷെയ്ഡ് നിങ്ങൾ ലിപ്സിൻ്റെ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ഡാർക്കിനേക്കാളും കുറച്ചുകൂടി ലൈറ്റായിട്ട് വേണം ഡാർക്ക്നെസ് നമ്മൾ ലിപ്സിൻ്റെ ആ ഒരു ഏരിയയിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ഒപ്പാസിറ്റി നമ്മൾ ഇതിന് യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ചുണ്ട് ഏറ്റവും കൂടുതൽ ഡാർക്കായി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ചുണ്ടിൻ്റെ ഓരോ ഷെയ്ഡ്സും വരച്ചു കൊടുക്കുക. റിപ്പീറ്റ് ചെയ്ത് കുറച്ചുകൂടി കയറ്റി ഇറക്കിയിട്ടൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി അതിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം വരയ്ക്കാൻ. എക്സ്ട്രാ വെളിയിൽ പോകുന്ന ഭാഗങ്ങളെല്ലാം എറേസ് ചെയ്ത് കളയാം. നമ്മൾ ഈ ഒരു വരയ്ക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു ഷെയ്ഡ് കൊടുത്തു, പിന്നെ മുകളിലോട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ ഷെയ്ഡ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും.
വെക്ടർ ആർട്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുകയില്ല. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഒറിജിനാലിറ്റി ഫൈനലിൽ നമുക്ക് കിട്ടുക. പിന്നെ പല്ലിൻ്റെയും മേൽചുണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ചെറിയൊരു ഷെയ്ഡ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പോൾ അധികം ഡാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബോർഡർ, അതായത് ഈ ചുണ്ടിൻ്റെ ടോട്ടൽ ബോർഡർ വരയ്ക്കുമ്പോഴും ഇതേ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അധികം അവിടെ ഡാർക്ക്നെസ് നമുക്ക് മുകളിലും കിട്ടുന്നില്ല, താഴെയും ഇപ്പോൾ വരയ്ക്കുന്ന ഭാഗത്തും കിട്ടുന്നില്ല. എന്നിരുന്നാലും നമ്മളൊരു ചെറിയ രീതിയിലൊരു ഷെയ്ഡൊന്ന് ബേസ് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആ ഒരു സെപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പല്ലും ചുണ്ടും നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ വരയ്ക്കുന്നത് മേൽചുണ്ടാണ്. അപ്പോൾ താഴത്തെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം മുകളിലും വരച്ചു കൊടുക്കേണ്ടത്. വരയ്ക്കുമ്പോൾ മെയിനായിട്ട് സ്ലോ ആയിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ ഞാനിതിൽ ടൈം ലാപ്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, വരയ്ക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഷെയ്ഡിങ് ഒരു 80% കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടി വർക്ക് ചെയ്ത് ലെവലാക്കാനുണ്ട്. കാരണം നമുക്കിതിപ്പോൾ ഒരു ബേസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേണ്ട ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒപ്പാസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഡാർക്കായിട്ട് പോകും ചില ഭാഗങ്ങൾ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫറൻസ് ഇമേജിൻ്റെ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് ഒരു കോപ്പി മേലെ വയ്ക്കുക. എന്നിട്ട് അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഞാനത് വേറെ ആപ്ലിക്കേഷനിലാണ് വരച്ച് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളതിൽ നോക്കി അറിയാൻ പറ്റും. മെയിനായിട്ട് ലാസോ ബ്രഷാണ്, വേറെ ഏത് ബ്രഷും ഞാനതിൽ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ ഷെയ്ഡും ലാസോ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പഴയ വീഡിയോസുകൾ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും ഇതിൽ എങ്ങനെയാണ് ഞാനന്ന് വർക്ക് ചെയ്തതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അതിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൊടുക്കാനുള്ളത് ഇതിൻ്റെ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പുതിയ ലെയർ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ലെയർ എടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഒപ്പാസിറ്റി ബ്രഷിൻ്റെ ഫുള്ളാക്കി വയ്ക്കുക. ഇനി നിങ്ങൾ ആ ഒരു റെഡ് കളറിൻ്റെ ഏകദേശം ഒരു ചെറിയ രീതിയിലൊരു ഡാർക്ക് കളർ നിങ്ങളതിൽ കളർ പാലറ്റിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചുണ്ടിൻ്റെ മുകളിലും താഴത്തെ ചുണ്ടിലും കറക്റ്റായിട്ട് ഒരു ലെവലിൽ നിങ്ങൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളതിൽ റെഡ് കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ചുണ്ടിനൊരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് പുതിയൊരു ലെയർ എടുക്കുക. ഇനി റെഡ് കളർ നമ്മളൊരു ലൈറ്റ് കളർ റെഡ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇനി ഒപ്പാസിറ്റി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു 16-18 റേഞ്ച് വെച്ചതിന് ശേഷം നിങ്ങൾ റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ഭാഗത്ത് കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി ഒരു 18% ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി ലൈറ്റാക്കി കൊടുത്തിട്ട് ഒപ്പാസിറ്റി ഒരു 9 ഇട്ട് വയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി ആ ഭാഗത്ത് ക്ലിയർ ആക്കി ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടി ആ ഒരു ലൈറ്റ് ഷെയ്ഡിന് ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ആ ഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചുണ്ടിലെ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി കൊടുക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ വരുന്ന ചുളിവുകളാണ് കൊടുക്കേണ്ടത്. അതായത് ചുണ്ടിന് മുകളിലുള്ള നമുക്കറിയാം ചെറിയ ചെറിയ ചുളിവുകളുണ്ടാവും. അത് നമ്മൾ ഈ ഒരു ലാസോ ബ്രഷിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് പുതിയൊരു ലെയറിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഡിജിറ്റൽ പെൻസിലിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ടാവും. കാര്യമാക്കണ്ട, മെല്ലെ സാവധാനം വരച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എഡിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വരച്ച ഒബ്ജക്റ്റിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ താഴത്തെ കാണുന്ന 3 ഡോട്ട്സിൽ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ താഴത്തെ 3-4 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ആ ഒരു അണ്ടർ ഏരിയയിൽ മാത്രമായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങളത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകാം. മുകളിൽ അതിൽ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഗ്രേഡിയൻ്റ് നിങ്ങൾ ഈ ഒരു ചുണ്ടിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ ഡാർക്ക് നിന്നും ലൈറ്റ് വരുന്ന രീതിയിലേക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ ഒരു ലൈറ്റ് ഷെയ്ഡും, അതായത് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് ഷെയ്ഡിൻ്റെ ഭാഗത്തുള്ള ആ ഒരു കളറും നിങ്ങളിപ്പോൾ നിലവിൽ കൊടുക്കുക. ഗ്രേഡിയൻ്റ് ഓപ്ഷനിൽ നിങ്ങൾ റേഡിയലായിരിക്കണം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
എന്നാലേ നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ ഒരു കറക്റ്റ് ഒരു പെർഫെക്ഷൻ നമുക്ക് അതിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തെ ചുണ്ടിൽ ആ ഒരു ചുളിവ് വരച്ചു, അതിന് ഗ്രേഡിയൻ്റ് കളർ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമുക്കിനി മുകൾ ഭാഗത്തും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളിനി മുകളിലും ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരൊറ്റ ലെയറിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് നമുക്ക് വരച്ചതിന് ശേഷം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോണത് നമുക്കതിനെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രാൻസ്ഫോർമേഷനിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഗ്രേഡിയൻ്റ് കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് വീണ്ടും എഡിറ്റ് ഓപ്ഷനിൽ നമ്മൾ ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ ഡാർക്ക് കളർ മേലത്തെ ചുണ്ടിന് എങ്ങനെയാണോ അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഐ ഡ്രോപ്പർ വെച്ച് സെറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല, അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെയർ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേൽചുണ്ടിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് ഒരു വശം മാത്രമേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വശത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതിനെ ഫ്ലിപ്പ് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ കറക്റ്റായ ആപ്റ്റായ രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഒരു കളർ ഷെയ്ഡിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഷെയ്ഡും ആ ഒരു ചുളിവൊക്കെ നമ്മൾ നല്ല ഒറിജിനാലിറ്റിയിൽ, അതായത് നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെക്ടർ ആർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി ഫൈനൽ സ്റ്റേജിലേക്ക് എത്താനായി. അതുകൊണ്ട് തന്നെ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ചുണ്ടിൻ്റെ ബാക്കിൽ, അതായത് പല്ലിനുള്ളൊരു വൈറ്റ് കളർ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അത് ലിപ്പിൻ്റെ ബാക്കിലായിട്ട് വേണം ആ ഒരു ലെയർ കൊണ്ടുവരാനായിട്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ലിപ്പിൻ്റെ ബേസ് കളറിൻ്റെ പിന്നിലോട്ട് വേണം ആ ലെയർ വെക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി പ്യുവർ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ ഗ്രേ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു റിയാലിറ്റി തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ടിൻ്റെ എഡ്ജിൽ വരുന്ന ആ ഒരു ഏരിയയിൽ ഇത്തിരി ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് രണ്ട് സൈഡും കൊടുത്തിട്ട് ഫ്രണ്ടിൽ ആ ഒരു സെൻറ്റർ ഏരിയയിൽ വൈറ്റ് കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഡാർക്ക് ഷെയ്ഡിങ് എന്താണെന്ന് പഠിച്ചു, രണ്ടാമതായിട്ട് കളറിങ്ങും കളർ ഷെയ്ഡിങ് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ നോക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.